നിർണായക ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരാനിരിക്കെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയാണ് മുന്നണികൾ. പ്രാഥമിക ചർച്ചകളിലേക്ക് CPIM ഉടൻ കടക്കും. ഒരുക്കങ്ങൾ വേഗം തുടങ്ങാൻ പാർട്ടി ജില്ലാ നേതൃത്വത്തിന് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. കോൺഗ്രസും പ്രാഥമിക ഘട്ടത്തിലേക്ക് കടക്കുന്നു. BJP ക്യാമ്പിൽ നിന്നും പല പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. വയനാട് ലോക്സഭ, ചേലക്കര, പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് മുന്നണികൾക്ക് അഭിമാന പോരാട്ടമായിരിക്കുമെന്നതിൽ തർക്കമില്ല. രാഷ്ട്രീയ വിവാദങ്ങളെ ഭരണപക്ഷം എങ്ങനെ മറികടക്കും? വിവാദങ്ങൾ കോൺഗ്രസിനെയും BJPയെയും തുണയ്ക്കുമോ? ഇന്ന് ന്യൂസ് ഈവനിംഗ് വിശദമായി പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. സ്വാഗതം. നമുക്കൊപ്പം തത്സമയം അതിഥികളുണ്ടാകും. കൂടാതെ ഞങ്ങളുടെ റിപ്പോർട്ടർമാരും തത്സമയ വിവരങ്ങൾ നൽകാനുണ്ട്. ചേലക്കരയിലെ വിവരങ്ങളിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി ചർച്ചയ്ക്കായി നിർണായക യോഗം വിളിച്ചിരിക്കുന്നു. CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി തിങ്കളാഴ്ച ജില്ലാ സെക്രട്ടേറിയറ്റ് ചേരും. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുക്കും. മുൻ MLA UR പ്രദീപിനാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ മുൻഗണന. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു എന്നിവരുടെ പേരും പരിഗണനയിലുണ്ട്. സൂരജ് സജിയിൽ ആദ്യം വിശദാംശങ്ങളുമായി ചേരുന്നു. സൂരജ്, ഇപ്പോൾ ഇതിൽ ചേലക്കര എന്നുള്ളത് CPIMനെ സംബന്ധിച്ച് അവരുടെ ഒരു ഉറച്ച മണ്ഡലമാണ്. 96 മുതൽ അവർ കൈവശം വയ്ക്കുന്ന മണ്ഡലമാണ്. രാധാകൃഷ്ണനെ പോലെ അത്ര ജനപിന്തുണയുള്ള ഒരു സ്ഥാനാർത്ഥി അങ്ങോട്ടേക്ക് വേണം എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ ഒരു വെല്ലുവിളിയാണോ, അതോ UR പ്രദീപ് എന്ന പേരിലേക്ക് പാർട്ടി എത്തിച്ചേരാനുള്ള സാധ്യതയാണോ ഉള്ളത്? എന്തൊക്കെ വിഷയങ്ങൾ ഇവിടെ പ്രധാനമാകും എന്നതാണ് കരുതേണ്ടത്? കടന്നതോടുകൂടിയാണ് CPM സംസ്ഥാന സെക്രട്ടറി പങ്കെടുത്തുകൊണ്ട് ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി ചർച്ചകൾക്കായി യോഗം വിളിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് ഈ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള ചർച്ചകൾക്കായി യോഗം വിളിച്ചിട്ടുള്ളത്. CP സംസ്ഥാന സെക്രട്ടറി തന്നെ പങ്കെടുത്തുകൊണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം വിളിച്ച് ഈ സ്ഥാനാർത്ഥി സംബന്ധമായ ചർച്ചകളിലേക്ക് കടക്കാനാണ് CPMന്റെ തീരുമാനം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട CPMനെ സംബന്ധിച്ച് CPMനെ ഏറെ ചേലക്കരയിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടക്കുകയാണ്. അത് അത്തരത്തിലേക്കുള്ള ചർച്ചകളിലേക്ക് കടക്കണം, സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടക്കണം എന്നുള്ളത് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തിന് അത്തരം നിർദ്ദേശം നൽകിക്കഴിഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയൊരു യോഗം ചേരുകയാണ്. അത് ചേലക്കരയുടെ കാര്യത്തിൽ MV ഗോവിന്ദൻ അടക്കം പങ്കെടുക്കുന്ന യോഗം ജില്ലാ സെക്രട്ടേറിയറ്റ് ചേരുന്നു എന്നുള്ളതാണ്. CPIM തൃശൂർ ജില്ലാ കമ്മിറ്റിയാണ് യോഗം വിളിച്ചിട്ടുള്ളത്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ യോഗത്തിൽ പങ്കെടുക്കും. ഞാൻ സൂരജ് സജിയിലേക്ക് തിരികെ എത്താം. ഒരു സാങ്കേതിക തടസ്സമുണ്ട്. തിരുവനന്തപുരത്ത് അജീഷ് ജയകുമാറും, പാലക്കാട്ട് നിന്ന് നിഖിൽ പരമേശും, വയനാട്ടിൽ നിന്ന് ദീപക് ധർമ്മടവും വിശദാംശങ്ങളുമായുണ്ട്. തിരുവനന്തപുരത്തേക്കാണ് ആദ്യം പോകുന്നത്. അജീഷ് ജയകുമാർ, ഇപ്പോൾ ഇതിൽ CPIM ഒക്കെ വളരെ നേരത്തെ തന്നെ ഇങ്ങനെ ഒരു പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയാണ്. അത് എപ്പോഴാണ് പ്രഖ്യാപനം വരുന്നത് എന്നത് നമുക്കറിയില്ല. പക്ഷേ നേരത്തെ തന്നെ ഇത്തരം സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ, കൂടാതെ മറ്റ് കാര്യങ്ങൾ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ളതിലേക്കൊക്കെ പോവുകയാണ്. അപ്പോൾ ഏത് തരത്തിലേക്ക് ഈ ഉപതെരഞ്ഞെടുപ്പുകളെ നേരിടാനാണ് പാർട്ടിയുടെ നീക്കം, CPIMന്റെ നീക്കം? പാർലമെന്റ് രാഷ്ട്രീയത്തിൽ വലിയ പ്രതിസന്ധികളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് അവർ നേരിട്ടത്. കാരണം മത്സരിച്ച 16 സീറ്റുകളിൽ ഒരെണ്ണം ഒഴികെ ബാക്കി എല്ലാത്തിലും തോൽക്കുന്നു. അത് വലിയ നാടകീയമായിട്ടുള്ള പല മണ്ഡലങ്ങളിലും ഭൂരിഭാഗം 3-ാം സ്ഥാനത്തേക്ക് പോകുന്നു. അതായത് നിയമസഭാ മണ്ഡലങ്ങളിൽ 3-ാം സ്ഥാനത്തേക്ക് അവർ പോകുന്നു. അങ്ങനെ വലിയ തിരിച്ചടികളാണ് CPM നേരിട്ടുകൊണ്ടിരുന്നത്. ഇതിന് ശേഷം വരുന്ന തെരഞ്ഞെടുപ്പാണ് ഈ 3 മണ്ഡലങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ്. അതായത് ചേലക്കരയും പാലക്കാടും വയനാടും. വയനാട് സ്വാഭാവികമായും CPIയുടെ സീറ്റാണ്. മറ്റു 2 മണ്ഡലങ്ങളിൽ മാത്രമാണ് CPM മത്സരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ചേലക്കരയാണ് CPMന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള മണ്ഡലം. ഈ പറയുന്നത് പോലെ വർഷങ്ങളായി അവർ കൈവശം വച്ചിരിക്കുന്ന മണ്ഡലമാണ്. മാത്രമല്ല K രാധാകൃഷ്ണനെ പോലുള്ള ജനകീയനായ ഒരു വ്യക്തി ജയിച്ചു കയറി വന്ന മണ്ഡലമാണ്, സംവരണ മണ്ഡലമാണ്. അതുകൊണ്ട് അവിടെ അവർക്ക് അധികം വെല്ലുവിളി നേരിടേണ്ടി വരില്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ പാലക്കാടാണ് അവർ ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കാൻ പോകുന്നത്. കാരണം 2 തവണ തുടർച്ചയായിട്ട് 3-ാം സ്ഥാനത്തേക്ക് പോയ മണ്ഡലമാണ്. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വളരെയധികം വോട്ട് നേടി മുന്നിലെത്തിയ മണ്ഡലമാണ്. സ്വാഭാവികമായിട്ടും ഈ 2 മണ്ഡലങ്ങളും വളരെ അഭിമാന പോരാട്ടമായിട്ടാണ് CPM കാണുന്നത്. അതുകൊണ്ട് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ രംഗത്തിറക്കി അവിടെ വിജയിച്ചു കയറാനുള്ളൊരു ഫോർമുലയാണ് CPM ഇപ്പോൾ ആലോചിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഇലക്ഷൻ ഡിക്ലറേഷന് വളരെ മുൻപേ തന്നെ CPM ഈ സ്ഥാനാർത്ഥികളുടെ പേരുകൾ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചത്. ഇന്നലെ ചേർന്ന സംസ്ഥാന സമിതിയിലാണ് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടായത്. 2 ജില്ലാ കമ്മിറ്റികൾക്കും, പാലക്കാട്, തൃശ്ശൂർ ജില്ലാ കമ്മിറ്റികൾക്കും ഇതിനെക്കുറിച്ച് ആലോചിക്കാൻ നിർദ്ദേശം നൽകിയത്. സ്ഥാനാർത്ഥികളുടെ
ചുരുക്കപ്പട്ടിക എത്രയും വേഗം സംസ്ഥാന കമ്മിറ്റിക്ക് നൽകുവാനും അടിത്തറയിലുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങാനുമാണ് സംസ്ഥാന സമിതി നിർദ്ദേശം നൽകിയത്. അതിനെ തുടർന്നാണ് ഇന്നിപ്പോൾ തൃശ്ശൂരിലും അതേപോലെ അതിനുശേഷം പാലക്കാടും ഇനിയിപ്പോൾ സമിതി ചേരും. അവരുടെ ചുരുക്കപ്പട്ടിക സംസ്ഥാന സമിതിക്ക് നൽകും. അതിനുശേഷമായിരിക്കും അടുത്ത വെള്ളിയാഴ്ച സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുമ്പോൾ ഒരുപക്ഷെ ഈ സ്ഥാനാർത്ഥികളുടെ പേര് തന്നെ പ്രഖ്യാപിച്ചേക്കും. അങ്ങനെ വളരെ മുൻപ് തന്നെ സ്ഥാനാർത്ഥികളുടെ പേര് പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി മുന്നോട്ട് പോകാനാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ ചിലരുടെ പേരുകൾക്ക് പുറത്തു വന്നിരുന്നു. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെ പേരൊക്കെ പുറത്തു വന്നിരുന്നു, ചർച്ചയിലുണ്ടായിരുന്നു. അതേപോലെ തന്നെ രമ്യ ഹരിദാസ്, ആലത്തൂർ തോറ്റ് രമ്യ ഹരിദാസ് ചേലക്കരയിൽ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ ഔദ്യോഗികമായിട്ട് ഒരു ചർച്ച പാർട്ടിക്കുള്ളിൽ നടന്നിട്ടില്ല. പക്ഷേ ഒരു പാർട്ടിയിൽ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ ഇവരുടെയൊക്കെ പേരുകളാണ് മുൻപന്തിയിൽ വരാനുള്ള സാധ്യത. എന്തായാലും വയനാട് സംബന്ധിച്ചിടത്തോളം പ്രിയങ്ക ഗാന്ധി ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ മറ്റൊരു മത്സരത്തിന് സാധ്യത കുറവാണ്. പക്ഷേ ഈ രണ്ട് മണ്ഡലങ്ങളാണ് CPM ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വച്ചിരിക്കുന്നത്. ഈ രണ്ട് മണ്ഡലങ്ങളിൽ ഉറപ്പായിട്ടും ജയിച്ചേ തീരൂ എന്നൊരു നിർബന്ധം CPM-നുണ്ട്. കാരണം അഭിമാനമായിട്ടുള്ള മത്സരമാണ്, വലിയ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷമുള്ള മത്സരമാണ്. വലിയ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പ് എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനുശേഷം വന്നിട്ടുള്ള വിവാദങ്ങൾ ഒരുപാടുണ്ടല്ലോ അജീഷ് ജയകുമാർ. അതിൽ നിന്ന് എങ്ങനെ ഈ വിവാദങ്ങളൊക്കെ ഏത് തരത്തിലേക്ക് മറികടന്ന് പോകാൻ കഴിയും എന്നതിൻ്റെ കൂടി വിലയിരുത്തലുകളിലേക്ക് പാർട്ടി കടന്നോ? ഈ അനുജ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയെക്കുറിച്ച് സർക്കാരിനോട് ചോദിക്കുമ്പോൾ സർക്കാർ ആദ്യമൊക്കെ പറഞ്ഞിരുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തൽ അല്ല എന്നുള്ളതായിരുന്നു. മുഖ്യമന്ത്രിയോടക്കം ആദ്യം നമ്മൾ ചോദിച്ചപ്പോൾ അത് ഇലക്ഷൻ ടൈമിൽ ഓർക്കുന്നുണ്ടെങ്കിൽ, അതായത് പിണറായിയിൽ അദ്ദേഹം വോട്ട് ചെയ്യാൻ വന്ന ആ ദിവസം ഇത് സർക്കാരിനുള്ള വിലയിരുത്തലാകുമോ എന്ന് ചോദിച്ചപ്പോൾ ക്ഷുഭിതനായിട്ടാണ് മുഖ്യമന്ത്രി അന്ന് മാധ്യമപ്രവർത്തകരോട് പെരുമാറിയത്. അതിനുശേഷം വരുന്ന സംസ്ഥാന ഭരണം വിലയിരുത്തുന്ന രണ്ട് തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഭരണവും മുഖ്യമന്ത്രിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ചയാകാൻ പോകുന്ന രണ്ട് തെരഞ്ഞെടുപ്പാണ്. ഈ സമീപകാലത്തുണ്ടായ വിവാദങ്ങളൊക്കെ ചർച്ചയാവാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. അധിക സമയമൊന്നുമില്ല, ഏതാണ്ട് 4 മാസം കഴിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായിട്ട്. ഇനി 2 മാസത്തിനുള്ളിൽ തന്നെ വിജ്ഞാപനം വരും. അതിപ്പോൾ ഏതാണ്ട് 3 മാസത്തിനുള്ളിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല, ഏതാണ്ട് ഉറപ്പാണ്. അതായത് ഡിസംബറിലോ ജനുവരിയിലോ ഒപ്പം ആയിരിക്കും ഈ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് നടക്കുക. എന്തായാലും സർക്കാരിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തലാകും ഈ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സ്വാഭാവികമായിട്ടും സർക്കാർ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ വലിയ വിവാദ ചുഴികളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഈ രണ്ട് തെരഞ്ഞെടുപ്പിലും ചർച്ചയാവുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ പാർട്ടിയും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വരുത്തിയ തിരുത്തലുകൾ അത് ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ള കാര്യമൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മുഖ്യമന്ത്രി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പറഞ്ഞത് അത് സർക്കാരിനുള്ള വിലയിരുത്തലല്ല എന്നുള്ളത് കാര്യമായിരുന്നു. ഈ കാര്യമൊക്കെ ഈ രണ്ട് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മുൻകൂട്ടി കണ്ടുകൂടിയാണ് പാർട്ടി ഇപ്പോൾ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നത്, നേരത്തെ തന്നെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. അനുജ, അതാണ് ഇപ്പോൾ ചേലക്കരയിലെ വിവരങ്ങളുമായി സൂരജ് ഒരിക്കൽ കൂടിയുണ്ട്. സൂരജ്, ഇപ്പോൾ ഈ നിർണായക യോഗം CPM തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി വിളിക്കുന്നു. തിങ്കളാഴ്ചയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് ചേരുന്നത്. MV ഗോവിന്ദൻ പങ്കെടുക്കും. അപ്പോൾ അതിൽ ചർച്ചകൾ ഏത് തരത്തിലേക്ക് പോകുമെന്നതാണ്. വളരെ വേഗം തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാനാണോ പാർട്ടിയുടെ തീരുമാനം? അനുജ, തീർച്ചയായും നിർണായകമായ ഒരു രാഷ്ട്രീയ നീക്കത്തിലേക്ക് CPM കടക്കുകയാണ്. ആദ്യം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് ചേലക്കര ഉൾപ്പെടെയുള്ള മണ്ഡലത്തിൽ കളം പിടിക്കാനുള്ള ഒരു നീക്കമാണ് CPM നടത്തുന്നത്. പ്രത്യേകിച്ച് CPM-നെ സംബന്ധിച്ച് ഏറെ നിർണായകമായ ഒരു മണ്ഡലമാണ്, ഏറെക്കാലമായി CPM-നൊപ്പം നിൽക്കുന്ന മണ്ഡലം. അത് ഇക്കുറി ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അത് കൈവിട്ട് കളയാൻ സർക്കാർ തയ്യാറല്ല. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം സർക്കാരിനുണ്ടായ തിരിച്ചടികളുണ്ട്. ആ തിരിച്ചടികൾ മറികടന്ന് പാർട്ടി മുന്നേറി എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ അത്തരത്തിലൊരു ആശയം എത്തിക്കണമെങ്കിൽ പോലും ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ ജയം CPM-നെ സംബന്ധിച്ച് അനിവാര്യമായി നിൽക്കുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ മുന്നൊരുക്കങ്ങളിലൂടെ ഈ കളം പിടിച്ച് നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചുകൊണ്ട് ഒരു മേൽക്കൈ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു നീക്കമാണ് CPM നടത്തുന്നത്. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനൊക്കെ മുൻപ് തന്നെ, അതായത് ഈ ചർച്ചകളിലേക്ക് CPM കടക്കുന്നതിന് മുൻപ് തന്നെ ഇവിടെ മുഖ്യമായി പരിഗണിക്കുന്ന സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്ന UR പ്രദീപ് ഈ മണ്ഡലത്തിൽ ഇതിനോടകം തന്നെ സജീവമായി കഴിഞ്ഞു. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ ചെയർമാനാണ്, പട്ടികവർഗ കമ്മീഷന്റെ ചെയർമാനാണ് നിലവിൽ ഈ UR പ്രദീപ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ UR പ്രദീപ് നേരത്തെ തന്നെ ഇവിടെയുള്ള മണ്ഡലത്തിലെ പരിപാടികളെല്ലാമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ UR പ്രദീപ് കുറെ കൂടി സജീവമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ എന്ന
തരത്തിൽ മണ്ഡലത്തിലെ പൊതുപരിപാടികളിലെല്ലാം തന്നെ പങ്കെടുക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് അനുബന്ധ പരിപാടികളിലെല്ലാം പങ്കെടുത്തുകൊണ്ട് UR പ്രദീപ് ഈ കളം നിറയാനുള്ള ഒരു സാധ്യത ഈ സ്ഥാനാർത്ഥി ചർച്ചകൾക്ക് മുൻപേ തന്നെ ഒരുക്കിയതാണ്. അതിന് പിന്നാലെയാണ് CPM തിങ്കളാഴ്ച ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നുകൊണ്ട് ഈ സ്ഥാനാർത്ഥി സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ ചർച്ചകളിലേക്ക് കടക്കുന്നത്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പങ്കെടുത്തുകൊണ്ട് ഈ യോഗം വിളിച്ചു ചേർക്കുക എന്നുള്ളതാണ് CPMന്റെ തീരുമാനം. ഇനി മറ്റു ക്യാമ്പുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് UDFനെ സംബന്ധിച്ച് രമ്യ ഹരിദാസ് തന്നെയാണ് ഇവിടെ സ്ഥാനാർത്ഥിയായി എത്തുക എന്ന തരത്തിലുള്ള മുന്നൊരുക്കങ്ങളുമായാണ് മുന്നോട്ട് പോകുന്നത്. രമ്യ ഹരിദാസ് ആകട്ടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ നമ്മൾ കണ്ടതാണ്. അന്ന് മണ്ഡലത്തിലെല്ലാം തന്നെ രമ്യ ഹരിദാസിനെതിരെ ഉയർന്ന ആരോപണം ഈ ജയിച്ചു മണ്ഡലത്തിൽ നിന്ന് പോയതിനു ശേഷം രമ്യ മണ്ഡലത്തിലേക്ക് എത്തിയിരുന്നില്ല എന്ന തരത്തിലെല്ലാം വലിയ വിമർശനങ്ങൾ ശക്തമായിരുന്നു. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഭാഗമായിക്കൊണ്ട് നടന്ന വിലയിരുത്തലുകളിലെല്ലാം തന്നെ ഈ രമ്യ മണ്ഡലത്തിൽ സജീവമാകാതെ പോയതെല്ലാം തന്നെ തിരിച്ചടിയായി എന്ന വിലയിരുത്തൽ കോൺഗ്രസിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചേലക്കരയിൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി മണ്ഡലത്തിൽ സജീവമാകുന്ന നില അത് രമ്യ ഹരിദാസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അത് മണ്ഡലത്തിലെ മരണാനന്തര ചടങ്ങുകളാകട്ടെ അങ്ങനെ തുടങ്ങി വിവാഹങ്ങളാകട്ടെ ചെറിയ പരിപാടികളിൽ പോലും ഈ കാലയളവിൽ അതായത് ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം രമ്യ ഹരിദാസ് മണ്ഡലത്തിൽ കൂടുതൽ സജീവമാകുന്ന കാഴ്ച നമ്മൾ കണ്ടു. BJPയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ആലത്തൂരിലെ NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ച സരസ്വ തന്നെയായിരിക്കും വീണ്ടും BJPയുടെ സ്ഥാനാർത്ഥിയായി എത്തുക എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ ഒരു പേര് കൂടി BJP പരിഗണിക്കുന്നുണ്ട്. അത് തിരുവില്ലാമല പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ആയിരുന്ന K ബാലകൃഷ്ണനെയാണ് പരിഗണിക്കുന്നത്. TN സരസുവിന്റെ സാന്നിധ്യം ഈ മണ്ഡലത്തിൽ ഉണ്ടാകും, അല്ലെങ്കിൽ TN സരസു സ്ഥാനാർത്ഥിയായി ഇവിടെ എത്തും എന്നൊരു വിലയിരുത്തലുണ്ട്. പക്ഷെ അതിനപ്പുറം BJP ക്യാമ്പ് പറയുന്നത് പ്രാദേശികമായി തന്നെ അതായത് ചേലക്കരക്കാർക്ക് അറിയാവുന്ന ചേലക്കരക്കാർക്ക് പരിചയമുള്ള ഒരു സ്ഥാനാർത്ഥി വരണം എന്ന് ഈ മണ്ഡലത്തിൽ നിന്നുള്ള നേതാക്കളും പ്രവർത്തകരും ആവശ്യപ്പെടുന്നു. അങ്ങനെയെങ്കിൽ K ബാലകൃഷ്ണനായിരിക്കും NDAയുടെ സ്ഥാനാർത്ഥിയായി ഇവിടെ എത്തുക. ഇനി ഈ മണ്ഡലത്തിന്റെ ഒരു സാധ്യത കൂടി പരിശോധിക്കുകയാണെങ്കിൽ 3 പഞ്ചായത്തുകൾ ഇപ്പോഴും ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. പഴയന്നൂർ, കൊണ്ടാഴി, തിരുവല്ലാമല. പ്രത്യേകിച്ച് LDFന്റെ കോട്ട, ഇടതു കോട്ട എന്ന് പറയുന്ന മണ്ഡലത്തിൽ 3 പഞ്ചായത്ത് ഭരിക്കുന്നത് ഈ കോൺഗ്രസ് ആണ്. അതിൽ ചേലക്കര, പാഞ്ഞാൾ, വള്ളത്തോൾ, ഈ വരവൂർ, ദേശമംഗലം, മുള്ളൂർക്കര എന്നീ പഞ്ചായത്തുകൾ മാത്രമാണ് CPMന്റെ കയ്യിലുള്ളത്. പക്ഷേ ഈ മണ്ഡലത്തെ സംബന്ധിച്ച് ഇക്കുറി ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പ്രധാന സവിശേഷത എന്നുള്ളത് ഈ ചേലക്കരയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ത്രികോണ പോരാട്ടമായിരിക്കുമെന്നത് നമുക്ക് അടിവരയിട്ട് പറയാൻ കഴിയും. കാരണം ആലത്തൂരിൽ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ്. അന്ന് ഈ 1 ലക്ഷത്തിൽ താഴെ മാത്രം വോട്ടുണ്ടായിരുന്ന BJP ആകട്ടെ ഇക്കുറി ആലത്തൂരിലെ തെരഞ്ഞെടുപ്പിൽ ഈ ഇരട്ടിയിലധികം വോട്ടിലേക്ക് മാറുന്നു. അങ്ങനെ ചേലക്കരയിൽ കൃത്യമായി BJPക്ക് ഒരു അടിത്തറ ഉണ്ടാക്കാൻ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞതാണ്. ആ അടിത്തറ എത്രത്തോളം പ്രകടമാണെന്ന് കൂടി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഈ തിരുവില്ലാമല, പഴയന്നൂർ, കൊണ്ടാഴി തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ BJPക്ക് വലിയ സ്വാധീനമുണ്ട്. തിരുവില്ലാമലയിൽ കഴിഞ്ഞ തവണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലടക്കം വലിയ മുന്നേറ്റം BJP പ്രവർത്തകർ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ക്യാമ്പും ഒരുപോലെ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമുക്ക് ഇവിടെ പ്രദേശവാസികളായിട്ടുള്ള ഒത്തിരി പേരുണ്ട്. ചേട്ടാ, തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. CPMന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരാൻ പോകുന്നത് എങ്ങനെയാണ്? ഒരുങ്ങിക്കഴിഞ്ഞോ ചേലക്കര? ചേലക്കര തെരഞ്ഞെടുപ്പിന് ഒരുങ്ങി കഴിഞ്ഞിരിക്കും. ആർക്കാ സാധ്യത? സാധ്യത UR പ്രദീപ് ആണെങ്കിൽ UR പ്രദീപിനായിരിക്കും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിട്ടുണ്ടെങ്കിൽ രമ്യ ഹരിദാസ് ആണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി എത്തുകയെങ്കിൽ എങ്ങനെയായിരിക്കും മത്സരം ഉണ്ടാവുക? അതുപോലെ തന്നെ TN സരസു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊന്നും സജീവമായിരുന്നില്ല. പക്ഷെ BJPക്ക് കുറച്ചുകൂടി കളം പിടിക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊന്നും ഇത്ര സജീവമായിരുന്നില്ല. അപ്പോൾ ഒരു ത്രികോണ പോരാട്ടത്തിലേക്ക് പോകും എന്നുള്ളതാണ്. ഇത് തന്നെയാണ് അനുജ. എന്തായാലും ഇവിടെയുള്ള പ്രദേശവാസികൾക്കടക്കം പറയാനുള്ളത് ഒരു ശക്തമായ പോരാട്ടം അത് ചേലക്കരയിൽ നടക്കും. എന്തായാലും CPM ആദ്യ നീക്കം എന്ന തരത്തിൽ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടക്കുകയാണ്. അതാണ് ചേലക്കരയിൽ നിന്നുള്ള വിവരങ്ങൾ. സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകി. ഇനി നമ്മൾ പോകുന്നത് വയനാട്ടിലേക്കാണ്. ദീപക് ധർമ്മടമുണ്ട് തത്സമയ വിവരങ്ങളുമായി. ദീപക്, വയനാടിനെ സംബന്ധിച്ചിടത്തോളം പ്രിയങ്ക ഗാന്ധി ഇക്കുറി ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമോ എന്നൊരു ചോദ്യം മാത്രമാണ് ബാക്കിയുള്ളതെന്ന് തോന്നുന്നു. ആരൊക്കെയാകും എതിർ സ്ഥാനാർത്ഥികൾ എന്നതിൽ കരുത്തരെ നിർത്തുമോ ഇത്തവണ? കഴിഞ്ഞ തവണ K സുരേന്ദ്രനും ആനി രാജയും. ഇക്കുറി ആരായിരിക്കും, അത്ര കരുത്തരായിരിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ടല്ലോ. അപ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ എന്തൊക്കെയാണ്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അനുജ, കേരള രാഷ്ട്രീയത്തിൽ വയനാട് യഥാർത്ഥത്തിൽ ഒരു വലിയ പോരാട്ടം നടക്കുന്ന സ്ഥലമല്ല എന്നുള്ളതാണ്. ദേശീയ തലത്തിൽ വയനാട്ടിന് വലിയ പ്രാധാന്യമുണ്ട്. അത് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലം ആയിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. രാഹുൽ ഗാന്ധി മത്സരരംഗത്ത് നിന്ന് മാറി അവിടെ പ്രിയങ്ക ഗാന്ധി എത്തുമ്പോൾ സ്വാഭാവികമായും അതിന് അതേ പ്രാധാന്യം തന്നെയുണ്ട്. മാത്രവുമല്ല, രാഹുൽ ഗാന്ധി കഴിഞ്ഞ പ്രാവശ്യം 6,47,445 വോട്ട് മേടിച്ച് ജയിച്ച ഒരു സ്ഥലം. എന്നാൽ അതേ സമയത്ത് ആനി രാജ CPIയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാവശ്യവും അവിടെ മത്സരത്തിന് ഇറങ്ങാൻ പോകുന്ന
CPI ആണ്. ഞാൻ അല്പം മുൻപ് ഈ ലൈവിന് കയറുന്നതിന് മുമ്പ് ആനി രാജയുമായി സംസാരിച്ചു. ഏതെങ്കിലും രീതിയിലുള്ള സ്ഥാനാർത്ഥി ചർച്ച CPI തുടങ്ങിയിട്ടില്ല എന്നും ആനി രാജയോട് വയനാട്ടിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള നിർദ്ദേശം ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത്. പാർട്ടി തീരുമാനിക്കുമെന്നുള്ളതാണ്. അതിനുശേഷം ഞാൻ പാർട്ടിയിലെ തന്നെ മുതിർന്ന ഒരു നേതാവുമായി സംസാരിച്ചപ്പോൾ വയനാട് അങ്ങനെ മത്സരിച്ച് ജയിക്കാനുള്ള മണ്ഡലമല്ലാത്തതുകൊണ്ട് തന്നെ ചർച്ചയൊന്നും തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് CPI ക്യാമ്പിൽ നിന്നും അറിയാൻ സാധിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ CPI ഏതെങ്കിലും രീതിയിൽ ഒരു ഇതിനു വേണ്ടിയിട്ട് ഇതുവരെയും ഏതെങ്കിലും രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനുള്ള മുന്നൊരുക്കം ഇതുവരെയും ആരംഭിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ്. മറ്റൊരു കാര്യം, ദേശീയ രാഷ്ട്രീയത്തിൽ വയനാടിന് പ്രാധാന്യമുള്ളതുകൊണ്ട് BJP ചിലപ്പോൾ ഒരു പക്ഷേ ഒരു മുഴം മുന്നേ എറിഞ്ഞേക്കാം. പക്ഷേ K. സുരേന്ദ്രനെ അവിടെ സ്ഥാനാർത്ഥിയായി വീണ്ടും ഇറക്കാനുള്ള സാധ്യതയില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നേരിട്ട് പ്രധാനമന്ത്രിയും അമിത്ഷയും ഒക്കെ ഇടപെട്ടുകൊണ്ടായിരുന്നു BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ വയനാട്ടിൽ മത്സരത്തിന് ഇറക്കിയത്. BJP ശ്രദ്ധേയമായ വോട്ട് പിടിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ട് പരിശോധിക്കുമ്പോൾ 6,47,000 രാഹുൽ ഗാന്ധി പിടിച്ചപ്പോൾ CPIയുടെ ആനി രാജ പിടിച്ചത് 2,83,000 K. സുരേന്ദ്രന് കിട്ടിയത് 1,41,000 ശിഷ്ടം വോട്ടുമാണ്. അങ്ങനെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുമ്പോൾ വലിയ രീതിയിൽ പ്രിയങ്ക ഗാന്ധിക്ക് ജയിക്കാനുള്ള സാധ്യതയുള്ള മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു അട്ടിമറി സാധ്യത ആ മണ്ഡലത്തിൽ പ്രവചനാതീതമാണ്. പ്രവചിക്കാൻ ഏതെങ്കിലും രീതിയിൽ പ്രതീക്ഷിക്കാൻ പോലും പറ്റില്ല. പക്ഷേ എന്നാൽ അതേ സമയത്ത് തന്നെ ഈ UDF എന്നുള്ള രാഷ്ട്രീയത്തെ കേരളത്തിലെ 2 ഉപതെരഞ്ഞെടുപ്പിലും എതിർക്കണമെങ്കിൽ സമാനമായ സ്വഭാവത്തിലുള്ള ഒരു മത്സരം വയനാട്ടിൽ കൂടി നടക്കേണ്ടത് അനിവാര്യമാണ്. അല്ലെങ്കിൽ BJP അത് LDFനെതിരായ വലിയ രാഷ്ട്രീയ ക്യാമ്പയിൻ ആക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ശക്തമായ പോരാട്ടം വയനാട്ടിൽ ഒരുക്കേണ്ടത് LDFന്റെ കേരളത്തിലെ 2 നിയമസഭാ മണ്ഡലത്തിലെ ചേലക്കരയിലെയും അതുപോലെ തന്നെ പാലക്കാട്ടെയും മത്സരത്തിന് അനിവാര്യമാണ് എന്നുള്ളതാണ് പ്രധാന രാഷ്ട്രീയ സമസ്യ. ഇതിൽ ദീപക്, ഇപ്പോൾ നമുക്കറിയാം ഒട്ടേറെ വിഷയങ്ങളുണ്ട്, അതിൽ രാഷ്ട്രീയ വിവാദങ്ങൾ ഉൾപ്പെടെയുണ്ട്. അതിനെയൊക്കെ എങ്ങനെയായിരിക്കും സർക്കാർ അല്ലെങ്കിൽ LDF നേരിടാൻ പോകുന്നത് എന്നൊക്കെയുള്ള ഒരു വലിയ ചോദ്യമായിരിക്കും. വയനാടിനെ സംബന്ധിച്ച് അത് വയനാട്ടിൽ മാത്രമല്ല, നമ്മൾ ഈ ഉപതെരഞ്ഞെടുപ്പ് പറയുമ്പോൾ അത് BJPക്കെതിരെയുള്ള വിമർശനമായി തീർച്ചയായും വരുമെന്നതിൽ തർക്കവുമില്ല. അതായത് ഈ പറയുന്ന ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് പിന്നീട് എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വയനാടിന് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് വലിയ വിവാദ വിഷയമായി മാറിയിട്ടുണ്ട്. അപ്പോൾ വയനാടിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചാരണ ആയുധമാക്കി തന്നെ ഇത് കോൺഗ്രസും LDFും ഉപയോഗിക്കാനുള്ള സാധ്യതയില്ലേ? അനുജ, ഒരു കാര്യം തീർച്ചയാണ്. വയനാട് ദുരന്തത്തിലെ കേന്ദ്രം പ്രധാനമന്ത്രി നേരിട്ട് വന്ന സംഭവ സ്ഥലങ്ങൾ, ദുരന്തത്തിന്റെ ആഘാതം നേരിട്ട് മനസ്സിലാക്കിയിട്ടും മാസങ്ങൾ പിന്നിടുമ്പോഴും ഒന്നും തരുന്നില്ല, വയനാടിനെ പരിഗണിച്ചില്ല കേന്ദ്രം എന്നുള്ളത് വലിയ രാഷ്ട്രീയ വിഷയമായി മാറും. അത് ഈ തെരഞ്ഞെടുപ്പിലായിരിക്കും അത് ഏറ്റവും കൂടുതൽ ആളിക്കത്തുക. പക്ഷേ നമ്മൾ കണക്കുകൂട്ടുന്നത്, നമുക്ക് ലഭ്യമാവുന്ന വിവരമനുസരിച്ച് അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ, ഒരുപക്ഷെ പ്രഖ്യാപനം വൈകുന്നത് പോലും അതിനാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു, എന്തെങ്കിലും കേന്ദ്ര പാക്കേജ് വയനാടിന് വേണ്ടി വന്നേക്കും എന്നുള്ളതാണ് കണക്ക് കൂട്ടുന്നത്. ലഭ്യമാകുന്ന സോഴ്സ് ഇൻഫർമേഷൻ അങ്ങനെ തന്നെയാണ്. കാരണം എന്തിനാണ് തെരഞ്ഞെടുപ്പ് വൈകിയത് എന്നുള്ളത് കൂടി, കാരണം സാധാരണഗതിയിലാണെങ്കിൽ നേരത്തെ തന്നെ ഉപതെരഞ്ഞെടുപ്പ് നടത്താമായിരുന്നു, ഹരിയാന തെരഞ്ഞെടുപ്പിനൊപ്പം നടത്താമായിരുന്നു, അതിനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പുകൾ വൈകിയത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ്. മാത്രവുമല്ല BJP കേന്ദ്രങ്ങളാണ് ഉപതെരഞ്ഞെടുപ്പ് വൈകും എന്ന് ആദ്യം തന്നെ പറയുകയും ചെയ്തത്. അങ്ങനെ നോക്കുമ്പോൾ ഇത് വയനാട് പാക്കേജ് പ്രഖ്യാപനത്തിന് ശേഷമായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം എന്നാണ് ഞാൻ ഈ ഘട്ടത്തിൽ കണക്ക് കൂട്ടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഏതായാലും വൈകി എന്നുള്ളതും രണ്ടാമത് പാക്കേജ് പ്രഖ്യാപിക്കപ്പെട്ടാൽ അത് കുറഞ്ഞു എന്നുള്ളതുമായിരിക്കും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ച. അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പോകുന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ BJP കളം പിടിക്കാൻ നോക്കുമ്പോൾ അവിടെ കൃത്യമായി വയനാട് പയറ്റാൻ LDFും UDFും ഒരുപോലെ ശ്രമിക്കുമെന്നുള്ള തീർച്ചയാണ്. കാരണം അത് UDFിനെ സംബന്ധിച്ചിടത്തോളം ഷാഫി പറമ്പിലിന്റെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ UDFിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് BJPക്കെതിരെ ഉപയോഗിക്കാവുന്ന ഏറ്റവും വലിയ വടി, ആ വടി വയനാടിനെ അവഗണിച്ചു എന്നുള്ളതാണ്. ദുരന്തമുഖത്ത് ആ രീതിയിൽ വിവേചനം കാണിച്ചു കേരളത്തോട് എന്നുള്ളതാണ്. അത് തീർച്ചയായും പയറ്റും എന്നുള്ളത് ഉറപ്പാണ്. ഏതായാലും പ്രഖ്യാപനം വന്നു കഴിഞ്ഞാലും, ഇതുവരെ വയനാടിന് വേണ്ടിയുള്ള കേന്ദ്ര സഹായ പ്രഖ്യാപനം വന്നില്ല, പക്ഷേ വന്നു കഴിഞ്ഞാലും അതൊരു രാഷ്ട്രീയ പ്രചരണ ആയുധമാകുമെന്ന് തീർച്ചയാണ്. ഏതായാലും മറ്റു രാഷ്ട്രീയ വിവാദങ്ങളെല്ലാം തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ 3 മണ്ഡലങ്ങളിൽ, ഒരു പാർലമെന്റ് മണ്ഡലത്തിലും 2 നിയമസഭാ മണ്ഡലത്തിലും പ്രധാന ചർച്ചയായിരിക്കും. അതായിരിക്കും രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ അജണ്ട. ഈ ഉപതെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ അജണ്ട എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ അത് വിവാദങ്ങൾ തന്നെയായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതെ, അതിലിപ്പോൾ ദീപക് നേരത്തെ സംസാരിച്ചിരുന്നു ആനി രാജയുമായും പിന്നീട് CPIയിലെ മുതിർന്ന നേതാവുമായും എന്ന് പറഞ്ഞല്ലോ. ഏത് നേതാവിലേക്ക് ഇവർ കടക്കുന്നു എന്നതിന് എന്തെങ്കിലും പ്രാഥമിക സൂചന ഈ ഘട്ടത്തിൽ നമുക്ക് നൽകാൻ കഴിയുമോ? കാരണം ആനി രാജയുടെ സാധ്യത, ഒരുപക്ഷെ ആനി രാജയിലേക്ക് തന്നെ വീണ്ടും ചെല്ലാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ളത്. മറ്റൊന്ന്, രാഹുൽ ഗാന്ധി അന്ന് ഈ മണ്ഡലം വിടുന്നു എന്ന് പറയുമ്പോൾ അതിനൊക്കെതിരെ രൂക്ഷമായ വിമർശനം ആനി രാജ ഉന്നയിച്ചത് നമുക്കറിയാം.
അപ്പോൾ അവർ ഒരു ഘട്ടത്തിലേക്ക് കൂടി ഇനി ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ എത്തുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. മറ്റൊന്ന്, BJPയെ സംബന്ധിച്ച് കെ സുരേന്ദ്രന്റെ പേര് പാലക്കാട്ട് ഉയർന്ന് കേൾക്കുന്നുണ്ട്. അദ്ദേഹം വയനാട്ടിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള ആ ക്യാമ്പിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ എന്തൊക്കെയാണ് ദീപക്? അനുജ, ആനി രാജ ഏതെങ്കിലും രീതിയിൽ വയനാട്ടിലേക്ക് വീണ്ടും സ്ഥാനാർത്ഥിയായി വരാൻ പോകുന്നതിന്റെ ഒരു സൂചനയും അവരുമായി സംസാരിച്ച സമയത്ത് മനസ്സിലായില്ല. മാത്രവുമല്ല, അവർക്ക് ഏതെങ്കിലും രീതിയിൽ നിർദ്ദേശിക്കാൻ ഞാൻ അവരോട് സംസാരിക്കുന്ന സമയത്ത് അവർ കൊച്ചിയിൽ ഒരു യോഗത്തിലാണ്, അവർ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ എന്നാലും അവർ കാര്യങ്ങൾ സംസാരിച്ചു. ഏതെങ്കിലും രീതിയിൽ വയനാട് കേന്ദ്രീകരിക്കാനുള്ള ഒരു നിർദ്ദേശം അവർക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതിനുശേഷം ഞാൻ CPIയുടെ ഒരു മുതിർന്ന നേതാവുമായി സംസാരിക്കുന്നു. അദ്ദേഹം പറയുന്നത് വയനാടിന്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്കോ ചർച്ചയിലേക്കോ പോലും കടന്നിട്ടില്ല എന്നുള്ളതാണ്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ ജയിക്കാനുള്ള ഒരു സാധ്യതയുമില്ല. പക്ഷേ അവിടെ മത്സരം കടുപ്പിക്കേണ്ടത് അനിവാര്യമാണ്. കാരണം UDF രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി കിട്ടുന്ന ഒരു അവസരം വയനാട്ടിലാണ്. അത് രാഹുൽ ഗാന്ധി ആയാലും ദേശീയ തലത്തിൽ BJPക്കെതിരെ കൃത്യമായി ഇടപെടാത്തതും, കേരളത്തിലാണെങ്കിൽ ഇടതുമുന്നണി ആക്രമിക്കുക മാത്രമാണ് കേരളത്തിലെ UDFന്റെ രാഷ്ട്രീയം, കോൺഗ്രസിന്റെ രാഷ്ട്രീയം എന്നത് തുറന്നു കാണിക്കാൻ അത് സഹായകമാകും എന്നുള്ളതാണ്. ആ നിലയിൽ CPI ആ മണ്ഡലത്തിന്റെ കാര്യത്തിൽ ഒരു പ്രത്യേക ആലോചന ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. മണ്ഡലത്തിന്റെ ചുമതലക്കാർ TV ബാലനും അതുപോലെ തന്നെ P സന്തോഷ് കുമാർ MP ഒക്കെയാണ്. പക്ഷേ അത്തരത്തിലേക്കുള്ള ഒരു ചർച്ചയിലേക്ക് അവർ കടന്നിട്ടില്ല എന്നുള്ളതാണ് CPIയുടെ മുതിർന്ന നേതാവ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, BJP ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം BJP ഇതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകാൻ പോകുന്നത് പാലക്കാടിനാണ്. അനുജ പറഞ്ഞതുപോലെ പാലക്കാട് മണ്ഡലം മണ്ഡലത്തിലൂടെ നിയമസഭയിലേക്ക് നഷ്ടപ്പെട്ട അക്കൗണ്ട് തുറക്കുക. അതായത് രാജഗോപാലിലൂടെ തുറന്ന നിയമസഭയിലെ അക്കൗണ്ട് രണ്ടാമത് പൂട്ടുന്നു. ആ പൂട്ടിയ അക്കൗണ്ട് തുറക്കുക എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം അത് ദേശീയ തലത്തിലെ അവരോട് ലക്ഷ്യമാണ്, അവരുടെ അജണ്ടയാണ്. ദേശീയ നേതാക്കളെല്ലാം പാലക്കാട്ടേക്ക് കൂട്ടമായി എത്തുമെന്നുറപ്പാണ്. അത്തരമൊരു സാഹചര്യത്തിൽ അവിടെ നേരത്തെ വയനാട്ടിൽ നടത്തിയ അതേ സർജിക്കൽ സ്ട്രൈക്കിൽ ദേശീയ നേതൃത്വം ചിലപ്പോൾ കെ സുരേന്ദ്രനെ അവിടെ സ്ഥാനാർത്ഥിയായി ഇറക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അവിടെ കൃഷ്ണകുമാറിന്റെ പേര്, ആ സ്ഥലത്ത് തന്നെയുള്ള BJPയുടെ സംസ്ഥാന നേതാവ് കൃഷ്ണകുമാറിന്റെ പേരും പരിഗണനയിലുണ്ട്. അതെ, എന്താണ് പാലക്കാട്ട് നിന്നുള്ള വിവരങ്ങൾ? നിഖിൽ പ്രമേശിലേക്ക് കൂടി വളരെ വേഗം ഒന്ന് പോവുകയാണ്. നിഖിൽ, ഇപ്പോൾ പാലക്കാട്ടിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അവിടെ ഷാഫി പറമ്പിൽ ഹാട്രിക് നേടിയ ഇടമാണെന്ന് നമുക്കറിയാം. വലിയ പോരാട്ടം അവിടെ നടക്കാൻ പോകുന്നു എന്നത് നമുക്കറിയാം. BJPയെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷയുള്ള മണ്ഡലമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ BJP അവിടെ ഏത് തരത്തിലേക്ക് മേൽക്കൈ പോലും നേടുന്ന ഒരു ഘട്ടം പോലും ഉണ്ടായിരുന്നു നമുക്കറിയാം. ഈ ശ്രീധരൻ മത്സരിച്ച സമയത്ത് പിന്നീട് അവസാനം 3000-ലേറെ വോട്ടുകൾക്ക് ഷാഫി പറമ്പിൽ വിജയിച്ചു വന്നതൊക്കെ നമുക്കറിയാവുന്നതാണ്. ഏതായാലും ഇക്കുറി ആ തരത്തിലേക്ക് എന്തെല്ലാം തയ്യാറെടുപ്പുകളിലേക്ക് 3 ക്യാമ്പുകളും പോകുന്നു എന്നുള്ളതാണ്. പല പല പേരുകൾ നമ്മൾ ഈ ഘട്ടത്തിൽ കേട്ടുവരുന്നുണ്ട്. അത് CPIഎമ്മിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അവരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നത് തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് നൽകാൻ കഴിയുന്ന സൂചനകൾ? അനുജ, ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഈ 3 മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ, ഒരുപക്ഷെ ഏറ്റവും വാശിയേറിയ പോരാട്ടം, രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കാൻ പോകുന്ന പോരാട്ടം നടക്കുന്നത് അത് പാലക്കാട് തന്നെയായിരിക്കും. കാരണം അതിന് ചില കാരണങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, അനുജ സൂചിപ്പിച്ച ആ ഫാക്ടർ തന്നെയാണ്. കഴിഞ്ഞ തവണ ഈ ശ്രീധരൻ എന്ന മെട്രോ മാൻ, അതായത് അദ്ദേഹം ഒരു BJP കാൻഡിഡേറ്റ് എന്നുള്ളതിന് അപ്പുറത്തേക്ക് പൊതു സ്വീകാര്യനായ ഒരാളായിരുന്നു. അദ്ദേഹം മത്സരിച്ചപ്പോൾ ഉണ്ടാക്കിയ മുന്നേറ്റം നമ്മൾ കണ്ടതാണ്. അവസാന ഘട്ടം വരെ ഓരോ കോൺഗ്രസ് പ്രവർത്തകനെയും ഓരോ UDF പ്രവർത്തകനെയും മുൾമുനയിൽ നിർത്തിയ ഒരു മൊമെന്റ് ആയിരുന്നു. അവർ വളരെയധികം കൈവിട്ടു പോയി എന്ന് തന്നെ കരുതിയെടുത്ത് നിന്നാണ് അവസാനം പിരായിരി പഞ്ചായത്തിലെ വോട്ടുകൾ എണ്ണി തുടങ്ങുന്ന ഘട്ടത്തിൽ ഷാഫി പറമ്പിൽ അന്തിമ വിജയം നേടുന്ന സാഹചര്യം ഉണ്ടായത്. അത് കേവലം 3000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ദീപക് ധർമ്മടം സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമസഭയിലെ നഷ്ടപ്പെട്ട ആ അക്കൗണ്ട് തുറക്കാൻ ഏത് വിധേനയുള്ള ശ്രമങ്ങളും അവർ നടത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. മറ്റൊരു കാര്യം, എല്ലാ മുന്നണികളും 3 മുന്നണികളും മുൻകൂട്ടി സ്ഥാനാർത്ഥി ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. സ്ഥാനാർത്ഥി ചർച്ച എന്ന് മാത്രമല്ല, ബൂത്ത് തലം മുതലുള്ള കൂടിയാലോചനകൾ, സന്ദർശനം, ഇതെല്ലാം തന്നെ ഇതിനോടകം തന്നെ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം VD സതീശൻ തന്നെ നേരിട്ട് ജില്ലയിലെത്തി ഇവിടുത്തെ പ്രവർത്തകരുമായി സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായി, ബൂത്ത് ചർച്ചകൾ നടത്തുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഒറ്റക്കെട്ടായിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള നീക്കമാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ മുന്നിലുള്ള പേരുകൾ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് അത് രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെയാണ്. കാരണം വടകരയിലേക്ക് മാറുമ്പോൾ ഷാഫി പറമ്പിൽ മുന്നോട്ട് വെച്ചൊരു ഉപാധി എന്ന് പറയുന്നത് മണ്ഡലത്തിന് ഇനി മത്സരിക്കേണ്ടത് താൻ നിർദ്ദേശിക്കുന്ന ആളായിരിക്കണം എന്നുള്ളൊരു ഉപാധി നേതൃത്വത്തിന് മുന്നിൽ വെച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഷാഫിയുടെ നോമിനി അത് രാഹുലാണ്.
രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി തന്നെയാണ് ജില്ലയിലെ പ്രബല വിഭാഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടക്കം മുന്നിൽ നിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. 3 പേരുകളാണ് KPCCക്ക് DCC നൽകിയിട്ടുള്ളത്. അതിലൊന്ന് ഏറ്റവും മുന്നിലുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ, മറ്റൊന്ന് VT ബൽറാം, അതോടൊപ്പം തന്നെ ഡോക്ടർ P സരിൻ. 3 പേരുടെ പേരുകളാണ് നൽകിയിട്ടുള്ളത്. അതിനിടയിലാണ് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി എത്തിയേക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ അത് K മുരളീധരനായിരിക്കും. വടകരയിൽ പിണങ്ങിയ നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന K മുരളീധരനെ പാലക്കാട്ടേക്ക് എത്തിച്ചാൽ രണ്ടുണ്ട് നേതൃത്വത്തിന് മുന്നിലെ ആശ്വാസമാകുന്ന ഘടകം. ഒന്ന്, മുരളീധരന്റെ നേതൃത്വത്തോടുള്ള അതൃപ്തി പരിഹരിക്കാൻ കഴിയും. മറ്റൊന്ന്, രാഹുൽ സ്ഥാനാർത്ഥിയായാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വിയോജിപ്പുകൾ K മുരളീധരനെ പോലെ ഒരു മുതിർന്ന നേതാവ് എത്തുമ്പോൾ ഇല്ലാതാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അദ്ദേഹത്തെ പോലെ ഒരാൾ ഇപ്പോൾ നിയമസഭയിൽ എത്തേണ്ടത് അനിവാര്യമായിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 4 പേരുകളാണ് സജീവമായി ഉന്നയിക്കപ്പെടുന്നത്. കർഷക കോൺഗ്രസ് ഒക്കെ DCC പ്രസിഡന്റ് A തങ്കപ്പനെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ടെങ്കിലും അത് പരിഗണിക്കപ്പെടാൻ തന്നെ സാധ്യത വളരെ കുറവാണ് ഇത്ര ശക്തമായ പോരാട്ടം നടക്കുന്ന സാഹചര്യത്തിൽ. BJPയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം കേവലം 3% വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും BJP ഇത്തവണ പരിഗണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പേര് K സുരേന്ദ്രൻ്റേത് തന്നെയാണ്. സംസ്ഥാന അധ്യക്ഷൻ തന്നെ മത്സരിക്കട്ടെ എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് അവർ എത്തിയിട്ടുള്ളത്. അതിലൂടെ അവർക്ക് നഷ്ടമായ നിയമത്തിൽ നിന്ന് അവർക്ക് നഷ്ടമായ നിയമസഭാ സീറ്റ് അത് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് അവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. K സുരേന്ദ്രൻ അല്ലെങ്കിൽ മറ്റാര്? കഴിഞ്ഞ ദിവസം കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു സർവേയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തത് ശോഭാ സുരേന്ദ്രന് വേണ്ടിയാണ്. അവരുടെ പശ്ചാത്തലം കൂടി നമ്മൾ പരിശോധിക്കണം. മത്സരിച്ച ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ട് ഉയർത്തിയ ചരിത്രം മാത്രമാണ് ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പാർട്ടിക്ക് സ്വാധീനമുള്ള പാലക്കാട് ശോഭ വരട്ടെ എന്ന് ഒരു പ്രബല വിഭാഗം ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടത്തിയ ഈ സർവേയിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചതും ശോഭയ്ക്ക് തന്നെയായിരുന്നു. ഇനി ശോഭയും അല്ലെങ്കിൽ നേതൃത്വവുമായിട്ടുള്ള ചെറിയ പിണക്കങ്ങളൊക്കെ മൂലം ശോഭയെ തഴഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജില്ലക്കാരൻ തന്നെയായിട്ടുള്ള നന്നായി ഈ മണ്ണിനെ കുറിച്ച് അറിയാവുന്ന C കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹവും പരിഗണനാ പട്ടികയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പരിഗണനയിലുള്ളത് KM ഹരിദാസ്, ജില്ലാ അധ്യക്ഷൻ KM ഹരിദാസ്, സന്ദീപ് വാര്യർ എന്നിവരും പരിഗണനയിലുണ്ട്. അതോടൊപ്പം തന്നെ നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ പരിഗണനയിലുണ്ട്. അങ്ങനെയുള്ള പേരുകളാണ് BJPയിൽ നിന്ന് അവരുടെ പരിഗണനാ പട്ടികയിലുള്ളത്. അതോടൊപ്പം തന്നെ LDF ഇത്തവണ ശക്തമായിട്ടുള്ള മത്സരം, അതായത് ഇത്തവണ ഈ പാലക്കാട് സീറ്റ് പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരമായി വിലയിരുത്തപ്പെടും. നിലവിലത്തെ സാഹചര്യത്തിൽ സർക്കാരിനെതിരെ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾ അത് ശരിയാണ് എന്ന് വയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത്തവണ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ആ സീറ്റ് തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ LDFന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കാനുള്ള നീക്കങ്ങൾ അവർ ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്നെങ്കിലും അത് പരാജയപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നർത്തകിയായിട്ടുള്ള മേതിൽ ദേവികയുമായി നേതൃത്വം ചർച്ച നടത്തിയിരുന്നെങ്കിലും അവർ മത്സരിക്കാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചില്ല. മറ്റൊന്ന്, ജില്ലാ ആശുപത്രിയിൽ നിന്ന് അടുത്തിടെ വിരമിച്ച ഫോറൻസിക് സർജൻ ഡോക്ടർ PB ഗുജറാളിന്റെ പേരായിരുന്നു. അദ്ദേഹത്തെയും സമീപിച്ചെങ്കിലും അദ്ദേഹവും മത്സര സന്നദ്ധത അറിയിച്ചില്ല. ഇനി സ്വതന്ത്ര സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു യുവമുഖത്തെ DYFയിൽ നിന്നോ മറ്റുള്ള ഒരു യുവമുഖത്തെ പരീക്ഷിക്കാനാണ് LDF തയ്യാറെടുക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് നിതിൻ കണിച്ചേരിയോ വസീഫോ ആയിരിക്കാനുള്ള DYFI സംസ്ഥാന അധ്യക്ഷൻ V വസീഫോ ആയിരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. എന്തായാലും പാലക്കാട് ഇങ്ങനെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. ഇതിനോടകം തന്നെ ബൂത്ത് തല പ്രവർത്തനങ്ങളൊക്കെ കോൺഗ്രസ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. BJPയും അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിന് തുടക്കമിടുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. BJPക്ക് വലിയ പ്രതീക്ഷയുള്ള ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാട്. അതുകൊണ്ട് തന്നെ ഇക്കുറി എന്താകും എന്നൊക്കെയുള്ളത് ആകാംക്ഷയോടെയാണ് കേരളം അറിയാനായി കാത്തിരിക്കുന്നത്. നമ്മൾ അതിഥികളിലേക്ക് പോവുകയാണ്. VPP മുസ്തഫ CPIM പ്രതിനിധി, ഒപ്പം VR അനൂപ്, അഡ്വക്കേറ്റ് P കൃഷ്ണദാസ് എന്നിവർ. ആദ്യം ടെലിഫോൺ ലൈനിലുണ്ടാണ് ശ്രീ VPP മുസ്തഫ ചേരുന്നത്. ശ്രീ VPP മുസ്തഫ, ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പുകൾ അത് എപ്പോഴാണത് പ്രഖ്യാപിക്കുന്നത്? ഒരുപക്ഷെ അടുത്ത ആഴ്ച പ്രഖ്യാപിച്ചേക്കാം. നമുക്കതിൻ്റെ കൃത്യമായ സമയക്രമമൊന്നും അറിയില്ല. എങ്കിൽ പോലും പാർട്ടി അതിനൊക്കെയുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പുകളാണ് വരാനിരിക്കുന്നത് നമുക്കറിയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏത് തരത്തിലേക്കാണ് പാർട്ടി വലിയ തിരിച്ചടി നേരിട്ടത് എന്നതും നമുക്കറിയാവുന്നതാണ്. അതിനുശേഷം ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ, അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നുള്ളതിലും തർക്കമില്ല. അപ്പോൾ അത് എത്രത്തോളം വലിയ വെല്ലുവിളിയായാണ് പാർട്ടി ഈ തെരഞ്ഞെടുപ്പുകളെ നേരിടുന്ന ഘട്ടത്തിൽ കാണുന്നത്? CPIM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഉപതെരഞ്ഞെടുപ്പുകളെ നേരിടാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏത് സന്ദർഭത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും ശക്തമായ പോരാട്ടം നടത്താൻ കഴിയുന്ന വിധത്തിൽ CPIM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പുകളെ നേരിടുന്ന കാര്യത്തിൽ 1957 ആദ്യത്തെ ഗവൺമെന്റിന്റെ കാലത്തെ ഉപതെരഞ്ഞെടുപ്പ് കാലം മുതൽ തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് സവിശേഷമായ ഒരു ശേഷിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അന്ന് ദേവികുളം ഉപതെരഞ്ഞെടുപ്പിൽ നമ്മുടെ
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്നത്തെ അവിഭക്ത പാർട്ടിയുടെ ഇടപെടൽ മുതൽ ഏറ്റവും ഒടുവിലത്തെ ഉപതെരഞ്ഞെടുപ്പുകൾ വരെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പ് വരെ കേരളത്തിൽ ഇടതുപക്ഷം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടതാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇന്നിപ്പോ 2024 കണ്ടതുപോലെ തന്നെ കനൽ ഒരു തരി എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് പോലെ LDF ഒരു സീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആലപ്പുഴ മാത്രമേ അന്നുണ്ടായിട്ടുള്ളൂ, ഇന്ന് ആലത്തൂർ. പക്ഷെ 2019 ലോക്സഭയിലേക്ക് 6 UDF MLA-മാർ അന്ന് വിജയികളായി പോയപ്പോൾ, 5 UDF MLA-മാരും ഒരു ഇടതുപക്ഷ MLA-യും വിജയികളായി പോയപ്പോൾ 6 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 മാസത്തിന് ശേഷം ഉപതെരഞ്ഞെടുപ്പ് വന്നു. എന്താണ് അന്നുണ്ടായ റിസൾട്ട്? 2019 ഒരു സീറ്റിലേക്ക് ഒതുങ്ങിയ LDF പക്ഷെ 6 മാസത്തിന് ഉള്ളിൽ നിയമസഭയിലേക്ക് 6 മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ LDF അതിന്റെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തി എന്നതുപോലെ തന്നെ UDF-ന്റെ കൈവശമുണ്ടായിരുന്ന 3 മണ്ഡലങ്ങൾ LDF പിടിച്ചെടുത്തു. അപ്പൊ അത് നമ്മുടെ മുന്നിലെ ഒരു അനുഭവമാണ്. അതുകൊണ്ട് ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏതാണ്ട് ഒരു 2 മാസത്തിന് ശേഷമാണ് 43 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ ജില്ലാ പഞ്ചായത്ത് വാർഡുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളുണ്ട്, കോർപ്പറേഷൻ നഗരസഭാ വാർഡുകൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ 43 വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 23 സീറ്റിലും ഇടതുപക്ഷം വിജയിച്ചു. അതിൽ തിരുവനന്തപുരം ജില്ലയിലെ വിജയം എടുത്തു പറയേണ്ടതാണ്. 8 വാർഡുകളിലാണ് തിരുവനന്തപുരം ജില്ലയിൽ, ഒരു ജില്ലാ പഞ്ചായത്ത് വാർഡ് തൊട്ട് ഗ്രാമപഞ്ചായത്ത് വരെ 8 വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആ 8ൽ 4 UDF-ന്റെ സിറ്റിംഗ് സീറ്റുകളും 4 BJP-യുടെ സിറ്റിംഗ് സീറ്റുകളുമായിരുന്നു. പക്ഷേ UDF-ന്റെയും BJP-യുടെയും കൈവശമുണ്ടായിരുന്ന ആ 8 സീറ്റുകളിലും തിരുവനന്തപുരം ജില്ലയിൽ ഇടതുപക്ഷമാണ് വിജയിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലും നേരിട്ട ഇടതുപക്ഷം 2 മാസത്തിനുള്ളിൽ തിരുവനന്തപുരം ജില്ലയിൽ ഇങ്ങനെ വലിയ തിരിച്ചുവരവാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പുകളെ നേരിടുക എന്നുള്ള കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കയോ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധിയോ ഇടതുപക്ഷത്തിന്റെ മുന്നിലില്ല. ശരി, ഇപ്പോൾ പക്ഷേ നിലവിലുള്ള വിവാദങ്ങൾ, അത് ഒട്ടേറെ വിവാദങ്ങളുണ്ട്. അത് പാർട്ടിയിൽ നിന്ന് തന്നെ ഭിന്നാഭിപ്രായം പല കാര്യങ്ങളിലും ഉണ്ട്. അത് ഈ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ചില ചർച്ചകളായൊക്കെ നമ്മൾ പുറത്തേക്ക് എത്തുന്നുണ്ട്. മറ്റൊന്ന്, മുന്നണിയിൽ അത് ഘടകകക്ഷികൾക്ക് ഭിന്നാഭിപ്രായമുള്ള വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളെല്ലാം നിലനിൽക്കെ തന്നെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുമ്പോൾ അത് എത്രത്തോളം എളുപ്പമാകും എന്നതാണ് ചോദ്യം. ശ്രീ VPP മുസ്തഫ, CPIM-ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലോ ഏതെങ്കിലും വിഷയത്തിൽ ഭിന്നിപ്പില്ല. സ്വാഭാവികമായിട്ടും ഒരു പാർട്ടി, ആ പാർട്ടിയുടെ കമ്മിറ്റി യോഗങ്ങൾ ചേരുമ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകും. നേരത്തെ ഇപ്പോൾ നിങ്ങൾ PV അൻവറിനെ കോട്ട് ചെയ്തുകൊണ്ട്, PV അൻവറിനെ മഹാനാക്കിക്കൊണ്ട് നിങ്ങളെല്ലാം പറഞ്ഞതെന്താ? CPM-ൽ ഒരു ജനാധിപത്യവുമില്ല, അവിടെ ആർക്കും ചർച്ചകൾ നടത്താൻ അവകാശമില്ല, പിണറായിക്കെതിരെ ആരും മിണ്ടില്ല. പക്ഷെ ഇന്ന് നിങ്ങൾ എല്ലാ ചാനലുകളും പറയുന്നത് പിണറായിക്കെതിരെ ഇന്നലെ നടന്ന CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ വലിയ ചർച്ച നടന്നു എന്നാണ്. അതുകൊണ്ട് CPIM-നകത്ത് എല്ലാ കാലത്തും ഈ ഉൾപാർട്ടി ജനാധിപത്യം അല്ല, ചർച്ച നടന്നു. പക്ഷേ അപ്പോഴും അദ്ദേഹം പറയുന്നത് എന്താണ്? ഞാൻ പറയുന്നതാണ് ശരിയായ നിലപാട്. ഇതല്ലേ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം സ്വരം കടുപ്പിച്ചുകൊണ്ട് പറഞ്ഞത്, ശ്രീ VPP മുസ്തഫ. അത് ഘടകകക്ഷികൾക്ക് പോലും ബോധ്യപ്പെടാത്ത തരത്തിലേക്കുള്ള ഒരു നിലപാടല്ലേ? അദ്ദേഹം സ്വരം കടുപ്പിച്ചത് അദ്ദേഹത്തിന്റെ നിലപാട് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ടല്ല. ആ മാധ്യമ സമ്മേളനം കണ്ടിട്ടുള്ള എല്ലാവർക്കും ബോധ്യമാണല്ലോ അദ്ദേഹം സ്വരം കടുപ്പിച്ചത് എപ്പോഴാ, ഒന്ന് ശബ്ദം ഉയർത്തേണ്ടി വന്നത് എപ്പോഴാ. ഒരു മര്യാദയുമില്ലാതെ, ഒരു മാധ്യമധർമ്മവുമില്ലാതെ അവിടെ ഒത്തുകൂടിയ മാധ്യമപ്രവർത്തകരാകെ ഒരുമിച്ച് ചോദ്യങ്ങൾ ഉയർത്തി ഒരുതരം കിളിക്കൂട്ടിലെ ചലപില ശബ്ദം പോലെ ഒരു അന്തസ്സുമില്ലാതെ മാധ്യമപ്രവർത്തകർ. അതേ വാർത്താ സമ്മേളനത്തിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പൊട്ടിച്ചിരിക്കുന്ന പിണറായി വിജയനെയും നമ്മൾ കണ്ടത്. അതുകൊണ്ട് പിണറായി വിജയൻ ശബ്ദമുയർത്തിയത്, സ്വരം കടുപ്പിച്ചത് അങ്ങനെയാണ് എന്നുള്ളത് ആ പത്രസമ്മേളനം കണ്ടിട്ടുള്ള, മാധ്യമ സമ്മേളനം കണ്ടിട്ടുള്ള എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. അത് നിങ്ങൾ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമല്ല. 2, CPIM-നകത്ത് ചർച്ചകൾ നടത്തി ഒരു നിലപാടെടുക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ചർച്ചകൾ നടത്തി ഒരു നിലപാടെടുക്കുന്നു. എല്ലാവരും ചർച്ചയിൽ അഭിപ്രായങ്ങൾ പറയുന്നു. ആ അഭിപ്രായങ്ങൾ കേട്ട് ഒരു നിലപാടിലേക്ക് എത്തിയാൽ ആ നിലപാടാണ് മുഖ്യമന്ത്രി തൊട്ട്
സാധാരണ പ്രവർത്തകൻ വരെ അവിടെയാണ് സംശയം ശ്രീ വി പി മുസ്തഫ. ഇവിടെ മുഖ്യമന്ത്രി പറയുന്ന നിലപാടിലേക്ക് പാർട്ടിയും എത്തിച്ചേരുന്നുണ്ടോ എന്നുള്ള സംശയം, അവിടെ തിരുത്തൽ ശക്തിയായി ആര് നിലനിൽക്കുന്നു എന്നുള്ള സംശയം. ഘടകകക്ഷികൾക്ക് ചില കാര്യങ്ങളിൽ താങ്കൾ പറഞ്ഞതുപോലെ ഭിന്നാഭിപ്രായം എന്നുള്ളത് ചെറിയ തോതിൽ മാത്രമല്ല, അത് ഏതെല്ലാം തരങ്ങളിൽ അവർ ലേഖനമായി എഴുതുന്നു, മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വലിയ അഭിപ്രായ വ്യത്യാസം അവിടെ നിലനിൽക്കുമ്പോഴും ഇതുവരെയും അവർ പറയുന്ന കാര്യങ്ങളിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത്, മുഖ്യമന്ത്രി പറയുന്നിടത്ത് നിൽക്കുകയാണ് എന്നുള്ളിടത്താണ്. അപ്പോൾ ചർച്ചകൾ നടന്നാലും അതാര് പറയുന്നതിലേക്ക് അവസാനം എത്തുന്നു എന്നുള്ള ചോദ്യം അത് പ്രസക്തമാണല്ലോ. അല്ല, ഈ മുഖ്യമന്ത്രി പറയുന്നതിൽ ശരിയുണ്ടെങ്കിൽ അത് CPIM-ന്റെയും LDF-ന്റെയും നിലപാടാകുന്നതിൽ എന്താണ് പെശക്? അദ്ദേഹം ഒരു നിലപാട് പറഞ്ഞാൽ അത് തള്ളിക്കളയേണ്ട കാര്യമില്ലല്ലോ. അത് വസ്തുതയാണെങ്കിൽ ആ നിലപാടായിരിക്കും സ്വീകരിക്കപ്പെടുക. നിങ്ങൾ ഈ പറഞ്ഞല്ലോ ഇപ്പൊ പത്രങ്ങളിൽ ലേഖനമായിട്ട് വരുന്നു എന്നൊക്കെ, അത് CPI-യെ കുറിച്ചാണ് ഉദ്ദേശിച്ചതെങ്കിൽ ജനയുഗത്തിൽ വന്ന് ഇന്ന് തന്നെ മറ്റൊരു വാർത്ത വന്നു. അങ്ങനെ ജനയുഗത്തിൽ വന്ന ലേഖനം, പ്രകാശ് ബാബു എഴുതിയ ലേഖനം, അതിനെ സംബന്ധിച്ച് അതിന്റെ പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വം മറ്റൊരു അഭിപ്രായം രേഖപ്പെടുത്തി എന്നുള്ളതും വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഇടതുമുന്നണി അല്ല, അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഒരാൾക്ക് മാത്രമേ ആ പാർട്ടിയിൽ സംസാരിക്കാവൂ എന്നൊന്നും ഇല്ല എന്നൊക്കെ പിന്നീട് അത് തിരുത്തി പറയുന്നുണ്ട്. പക്ഷെ അവിടെ പോലും അങ്ങനെ ഒരു ഭിന്നാഭിപ്രായം വന്നെങ്കിൽ പോലും അത് അദ്ദേഹം പറഞ്ഞ നിലപാടിലല്ല അഭിന്നാഭിപ്രായമുള്ളത്. അദ്ദേഹം കൂടി അത് പറഞ്ഞു, ഇവിടെ ഞാൻ മാത്രം സംസാരിച്ചാൽ മതി എന്നൊരു തരത്തിലേക്ക് ബിനോയ് വിശ്വം അഭിപ്രായ പ്രകടനം നടത്തി എന്നുള്ളതാണ്. അതല്ലാതെ നിലപാട് തെറ്റിപ്പോയി എന്നല്ല പറയുന്നത്. അല്ല, അതാണല്ലോ ശരി. ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ എന്താണ്, അതിന്റെ യോഗം കൂടുന്നു, ആ കമ്മിറ്റിയിലുള്ളവരെല്ലാം അവരവർക്കുള്ള അഭിപ്രായം പറയുന്നു, ആ ചർച്ചകൾക്ക് ശേഷം അവരൊരു ഏകീകൃതമായ നിലപാടിലേക്ക് എത്തുന്നു. പിന്നെ ആ നിലപാടാണ് പറയേണ്ടത്. പക്ഷെ നിങ്ങളിപ്പോ കോൺഗ്രസിൽ പറയുന്നത് ഓരോ നേതാവ് ഓരോ അഭിപ്രായം പറയുന്നു, പുറമെ പരസ്യമായിട്ട് പറയുന്നു. അത് ജനാധിപത്യമാണോ? അതാണോ ജനാധിപത്യം? അത് അരാജകത്വമാണ്, അനാർക്കിസമാണ്. കോൺഗ്രസ് ഒരു പാർട്ടിയാണെങ്കിൽ അതിന്റെ കമ്മിറ്റി കൂടി അതിലെല്ലാവർക്കുള്ള അഭിപ്രായം കേട്ട് കോൺഗ്രസിന്റെ ഒരു നിലപാട് പറയണം. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? അപ്പൊ അതിന് പകരം നിങ്ങൾ ഈ CPIM-ലോ ഇടതുമുന്നണിയിലോ ഒക്കെയുള്ള നിലപാടുകളെ ജനാധിപത്യമില്ലായ്മ എന്ന് പറയുന്നത് അങ്ങേയറ്റം ബോഷ്കായ ഒരു സമീപനമാണ്. പിന്നെ ഈ ചർച്ചകളും വിവാദങ്ങളും, നിങ്ങൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പിലുള്ള സാഹചര്യം ഓർമ്മിക്കൂ. ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ളതിൽ താങ്കൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. ഇതുപോലെ വിവാദങ്ങളുടെ ഇതല്ലല്ലോ, ഇതിനേക്കാൾ വലിയ പെരുമഴയായിരുന്നില്ലേ അത്? അത് വിവാദം മാത്രമല്ലല്ലോ. കേന്ദ്ര സർക്കാരിന്റെ 4 അന്വേഷണ ഏജൻസികൾ, ഒന്ന് മാത്രമല്ല 4 തുടർച്ചയായി കേരളത്തിലായിരുന്നില്ലേ? അവരെല്ലാം അന്നത്തെ മന്ത്രിമാരെ വിളിക്കുന്നു, അവരെ ചോദ്യം ചെയ്യുന്നു, മണിക്കൂറുകൾ, ദിവസങ്ങൾ. ശരി, പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടി ഗുരുതരമായ ഒരു സാഹചര്യം ഇല്ലേ ശ്രീ VPP മുസ്തഫ? കാരണം ഇവിടെ ഇപ്പൊ ഈ തൃശൂർ പൂരം, ഇപ്പൊ ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. തൃശൂർ പൂരം അത് കലക്കിയിട്ടുണ്ട് എന്നത് മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം സംസാരിച്ച് കഴിഞ്ഞ കാര്യമാണ്. അവിടെ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, അതിലൊക്കെ ഇപ്പോൾ അന്വേഷണവും പ്രഖ്യാപിക്കുകയാണ്. കൂടാതെ PV അൻവർ ഉന്നയിച്ച ചില കാര്യങ്ങൾ, അത് ആർക്കൊപ്പം നിൽക്കുന്ന MLA ആയിരുന്നു എന്ന വലിയ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. പ്രതിപക്ഷത്തെ ആരെങ്കിലും ഉന്നയിക്കുന്ന കാര്യങ്ങളല്ല അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെയുള്ള ഈ PR ഏജൻസിയുമായി ബന്ധപ്പെട്ട കാര്യം, പിന്നീട് അത് പത്രത്തിൽ വരുമ്പോൾ അതേത് തരത്തിലേക്കാണ് മലപ്പുറത്തെ കൂടി കൂട്ടി പറയുന്നത്, പിന്നീട് അതിൽ സ്വീകരിച്ച നിലപാട്, PR ഏജൻസിയുടെ കാര്യത്തിൽ മാത്രമാണ് ഒരു നിലപാടിലേക്ക് പോകുന്നത്. ആ പറഞ്ഞ കാര്യം എത്രത്തോളം ഡാമേജിംഗ് ആണ് എന്നതിലേക്ക് പാർട്ടി ഒരു പുനഃപരിശോധനയിലേക്കും പോകുന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിലനിൽക്കെ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് എന്നൊരു കൂടി പ്രത്യേകത കൂടിയില്ലേ? വളരെ വേഗം മറുപടി ശ്രീ VPP മുസ്തഫ. 2021 ഇതിനേക്കാൾ വളരെ വളരെ മ്ലേച്ഛമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികളെ കൂടി ഉപയോഗപ്പെടുത്തി ഇടതുപക്ഷത്തെയും CPIM-നെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെയും വേട്ടയാടിയപ്പോൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് കേരള ജനത പ്രതികരിച്ചത് എന്നുള്ളത് നമ്മുടെ മുന്നിലെ അനുഭവമാണ്. അതുകൊണ്ട് വലതുപക്ഷ പിന്തിരിപ്പൻ പ്രതിലോമ ശക്തികളും വലതുപക്ഷ മാധ്യമങ്ങളും ചേർന്ന് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ഇടതുപക്ഷ വിരുദ്ധ പൊതുബോധം സൃഷ്ടിക്കണം എന്ന ഏക അജണ്ടയിൽ ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കിയാൽ അതിന്റെ മുന്നിൽ വഴിതെറ്റിപ്പോകുന്നവരല്ല കേരളത്തിലെ, പ്രത്യേകിച്ച് പാലക്കാട്ടെയും ആലത്തൂരിലെയും നല്ല വിവേകമുള്ള ജനത. അതുകൊണ്ട് അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങളെ വ്യവച്ഛേദിച്ചറിയാൻ വേണ്ടി കഴിയും. നമ്മൾ കുറച്ച് മാധ്യമങ്ങളും കുറച്ച് വലതുപക്ഷ പിന്തിരിപ്പൻ പ്രതിലോമ ശക്തികളും കൂടി നിരന്തരമായി പറഞ്ഞതുകൊണ്ട് അതാണ് കേരളത്തിന്റെ പൊതുബോധം, അതാണ് പാലക്കാട്ടെയും ആലത്തൂരിന്റെയും പൊതുബോധം എന്ന ഒരു തെറ്റിദ്ധാരണയും ഉണ്ടാകേണ്ടതില്ല എന്നുള്ളത് 2021 ഈ കേരളം നൽകിയ അനുഭവമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക്
നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ വിവാദങ്ങളിൽ ഒരു പരിഭ്രമവുമില്ല. ഇത് കേരളത്തിലെ ഇടതുപക്ഷവും സഖാവ് പിണറായി തന്നെയും ആദ്യമായിട്ട് നേരിടുന്ന ഒന്നല്ല എന്നുള്ളത് കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഈ കാര്യങ്ങളെ കൃത്യമായി വ്യവച്ഛേദിച്ചറിയാൻ വേണ്ടി കഴിയും. ശരി, അത്തരത്തിലേക്ക് ആത്മവിശ്വാസത്തിലാണ് പാർട്ടി എന്നതാണ് താങ്കളുടെ നിലപാട്. വളരെ നന്ദി ശ്രീ VPP മുസ്തഫ പ്രതികരിച്ചതിന്. തിരികെ ചർച്ചയിലേക്ക്. ശ്രീ VR അനൂപ്, ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമുക്കറിയാം അവിടെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നേരിടേണ്ടി വരുന്നത്, സാധാരണഗതിയിൽ കൂടുതൽ ചോദ്യങ്ങൾ നേരിടേണ്ടി വരിക ഭരണപക്ഷമാണ്, അതിൽ തർക്കമില്ല. ഇക്കുറിയാണെങ്കിൽ ഒട്ടേറെ ചോദ്യങ്ങൾ ഉണ്ട് താനും, അത് നമ്മൾ നേരത്തെ വിശദമായി തന്നെ പറഞ്ഞതുമാണ്. പക്ഷേ അപ്പോഴും ഈ CPIMൻ്റെയൊക്കെ ആത്മവിശ്വാസം എങ്ങനെയാണ്? അവരുടെ ഒരു സംഘടനാ രീതിയുണ്ട്. അവർ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടക്കുന്നു, പ്രവർത്തനങ്ങൾ തുടങ്ങാൻ ജില്ലാ നേതൃത്വങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നു, ആ തരത്തിലേക്കൊക്കെ അവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു ശക്തമായ സംഘടനാ സംവിധാനം അവർക്ക് എപ്പോഴും ഉള്ളതാണ്. മറ്റൊന്ന്, കഴിഞ്ഞ ഉദാഹരണങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടാണ് അവർ ഇതിനു മുൻപൊക്കെ ഉണ്ടായിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ എന്തായിരുന്നു ആ ചരിത്രം പറയുന്നു. കൂടാതെ മുൻപ് വലിയ വിവാദങ്ങൾ, ഒരുപക്ഷെ ഇതിലും വലിയ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. ഇനി ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഇടങ്ങൾ, അതിൽ വയനാട് തീർച്ചയായും നിങ്ങൾക്കൊരു എഡ്ജുള്ള സ്ഥലമാണ് എന്നുള്ളതിൽ സംശയമില്ല. മറ്റ് രണ്ടിടങ്ങൾ പാലക്കാടും ചേലക്കരയും, അതിൽ ചേലക്കര CPIMനെ സംബന്ധിച്ച് അവരുടെ ഒരു ഉറച്ച കോട്ടയാണ്. പക്ഷേ നിലവിൽ ഈ വിവാദങ്ങൾ അതൊക്കെ അവരെ എങ്ങനെയെങ്കിലും ബാധിക്കുമോ എന്ന് നമുക്കറിയില്ല. പാലക്കാടിൻ്റെ കാര്യത്തിലും അത് BJPയെ സംബന്ധിച്ച് അവരുടെ ഒരു സ്ട്രോങ് ഹോൾഡാണ് എന്നതിലും നമുക്ക് തർക്കമില്ല. അപ്പോൾ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പുകൾ, ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് ഏത് തരത്തിലേക്കാണ് ഒരുങ്ങുന്നത്? എങ്ങനെയൊക്കെയാണ് പ്രതീക്ഷകൾ? നിലവിലെ സാഹചര്യം സംസ്ഥാന സർക്കാരിന്, CPIMന്, പിണറായി വിജയന് പ്രതികൂലമാണ് എന്നുള്ള കാര്യത്തിൽ അത്തരമൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ പ്രത്യേക പ്രാഗൽഭ്യത്തിന്റെ ഒന്നും ആവശ്യമില്ല. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു കോമാളിയായി മാറിയിരിക്കുന്നു. നമുക്കറിയാം, പഴയകാല സിനിമകളിലൊക്കെ ഗൗരവകരമായ റോളുകൾ കൈകാര്യം ചെയ്ത നടന്മാർ പിന്നീട് അവരുടെ കരിയറിന്റെ അവസാന ഘട്ടത്തിൽ ഹാസ്യ നടന്മാരാവാറുണ്ട്. അതേ അവസ്ഥയാണ് പിണറായി വിജയന്. ഒരു കാലത്ത് നമ്മളൊക്കെ ഒരു ഗൗരവക്കാരനായ രാഷ്ട്രീയക്കാരനായി കണ്ടിരുന്ന പിണറായി വിജയൻ വായ തുറക്കുമ്പോഴേക്കും പരിഹാസപാത്രമായി, പരിഹാസ്യനായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ അവസാനം നമ്മൾ കാണുന്നത്. ഈ PR ഏജൻസിയുമായൊക്കെ ബന്ധപ്പെട്ട് അദ്ദേഹം സ്വയം പരിഹാസനായി മാറുകയാണ്. ഇപ്പൊ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ പിണറായി ജയിച്ചു എന്ന് പറയുമ്പോൾ ഒരു നല്ല കേസ് ചിലപ്പോൾ വക്കീലിന്റെ സാമർത്ഥ്യം കൊണ്ട് ജയിക്കാം. കേസിന്റെ മെറിറ്റിനപ്പുറത്ത്, കേസ് സത്യസന്ധമാണോ എന്നുള്ളതിനപ്പുറത്ത് ഒരു പ്രഗത്ഭനായ വക്കീൽ വിചാരിച്ചാൽ ചിലപ്പോൾ കേസ് ജയിപ്പിക്കാൻ കഴിയും. അതുപോലെ വിദഗ്ധമായ PR പാഠവും കൊണ്ട് തുടർച്ചയായി 2 തിരഞ്ഞെടുപ്പുകൾ വിജയിച്ച ആളാണ് പിണറായി വിജയൻ എങ്കിൽ സത്യം സാമർത്ഥ്യത്തെക്കാൾ മുന്നിൽ നിൽക്കുമെന്ന് പറയുന്നത് പോലെ പിണറായി വിജയന് PR വർക്കുകൾ കൊണ്ട് മറച്ചു പിടിക്കാൻ കഴിയാത്ത വിധം പിണറായി വിജയൻ, LDFന്റെ ഭരണം കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ വ്യവസ്ഥരാക്കപ്പെടുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു PR പാഠവും ഒരു PR മിടുക്കും പിണറായി വിജയനെ രക്ഷിക്കാൻ പോകുന്നില്ല. കാരണം CPIMന്റെ അണികൾക്ക് പോലും പിണറായി വിജയൻ അപ്രാപ്യനാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് മാത്രമല്ല, CPIMന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ പോലും ഈ PR ഭരണത്തെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ കണ്ണൂരിൽ നിന്ന് പോലുമുള്ള ആളുകൾ ഉന്നയിച്ചു തുടങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിൽ CPIMന്റെ പാർട്ടിയുടെ ഹൈറാർക്കിയിൽ ഏറ്റവും മുകൾ തട്ടിൽ നിൽക്കുന്ന നേതാക്കന്മാർ മുതൽ താഴെത്തട്ടിലുള്ള അണികളും അനുഭാവികളും വരെ പിണറായി വിജയന്റെ ഈ ഭരണത്തെ വിലയിരുത്തുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. കേരളത്തിലെ UDFനെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യം എന്ന് പറയുന്നത്, നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് 100% പ്രതിപക്ഷത്തിന് അനുകൂലമാണ്. പിന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇപ്പോഴും ഒരു തെരഞ്ഞെടുപ്പ് ജയിച്ചു, തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് ജയിച്ചു. ആ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് ജയിക്കുന്ന പോലെ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഞങ്ങൾ ഏറ്റവും ശരിയായ വിശ്വാസികളാണ് എന്ന് പറയുന്ന ആളുകൾ CPIMുമായി ചേർന്ന് ഗൂഢാലോചനയിലൂടെ തൃശ്ശൂർ പൂരത്തെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുൻപ് ശബരിമലയിൽ അവർ ചെയ്തതാണ്. ഇരുമുടിക്കെട്ടിന്റെ പവിത്രതയെ, പാവനതയെ അട്ടിമറിക്കുന്ന തരത്തിൽ BJPയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ശബരിമല സമരകാലത്ത് പെരുമാറിയത് കണ്ടെങ്കിൽ ഇപ്പോൾ തൃശ്ശൂരിൽ വടക്കുന്നാഥന്റെ പൂരത്തെ അലങ്കോലപ്പെടുത്തുന്നതിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പൊ CPIMനെ സംബന്ധിച്ച്, BJPയെ സംബന്ധിച്ച് അവരുടെ അടിത്തറകൾ നഷ്ടമായിരിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. കോൺഗ്രസ് ഒരു പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയിൽ ഇത് ജനങ്ങളുടെ മുന്നിൽ ഉന്നയിക്കുക മാത്രമല്ല, വളരെ സുശക്തമായി അതിനെ നേരിടും. വളരെ തുടക്കം മുതൽ അതിനെ നേരിടാനുള്ള സന്നാഹങ്ങളും സജ്ജീകരണങ്ങളും സംഘടനാപരമായി കോൺഗ്രസ് ആരംഭിച്ചിട്ടുണ്ട്.
അതെ, അപ്പോൾ ഈ പാലക്കാടിനെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത്? പാലക്കാട് BJP വളരെ ശക്തമാണ്. അവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കൊക്കെ അറിയാവുന്നതുമാണ്. അവസാന ലാപ്പ് വരെ എത്ര ശക്തമായ പോരാട്ടം ഈ ശ്രീധരൻ കാഴ്ചവെച്ചു. 3000-ലേറെ വോട്ടുകൾക്ക് ഒടുവിൽ ഷാഫി പറമ്പിൽ വിജയിക്കുന്ന കാഴ്ച ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങളൊരു വെല്ലുവിളി BJP ഉയർത്തുമെന്ന് അവിടെയും കരുതുന്നില്ല എന്നാണോ? തീർച്ചയായും ഈ ശ്രീധരന്റെ സ്ഥാനാർത്ഥിത്വം നിങ്ങൾ തന്നെ പറഞ്ഞതുപോലെ BJPക്ക് ആ സാഹചര്യത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായിരുന്നു ഈ ശ്രീധരൻ. അദ്ദേഹം BJPയുടെ സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിപ്പിക്കുമ്പോൾ പോലും വികസനത്തിന്റെ പേരിലൊക്കെ ഒരു പൊതുസമൂഹത്തിന്റെ ആ അർത്ഥത്തിലുള്ള പിന്തുണ നേടാനുള്ള വലിയ പരിശ്രമങ്ങൾ നടത്തുകയും അതിലൊക്കെ കുറെ ആളുകൾ വീണു പോവുകയും ചെയ്തിട്ടുണ്ടാകാം. അങ്ങനെ ഈ ശ്രീധരന് പോലും 3000 വോട്ടിൽ ഷാഫി പറമ്പിൽ അന്നത്തെ പ്രതികൂല സാഹചര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ തോതിൽ PR പിൻബലത്തോടെ പിണറായി വിജയൻ മത്സരിക്കുന്ന ഇലക്ഷനിൽ അത്തരം ഒരു തരംഗം ഉണ്ടായിരുന്ന ഇലക്ഷനിൽ പോലും ഷാഫി പറമ്പിൽ 3000 വോട്ട് വിജയിച്ചെങ്കിൽ ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ശ്രീധരൻ ഒഴിച്ച് ഒരു BJPയുടെ രാഷ്ട്രീയ സ്ഥാനാർത്ഥി മത്സരിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJPയുടെ പ്രകടനം മോശമായിരുന്നില്ലല്ലോ. അവിടെ കൃഷ്ണകുമാർ മത്സരിക്കുമ്പോൾ ഞാൻ വരുന്നത് ആ കാലാവസ്ഥയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ CPM കുറെ കൂടി എക്സ്പോസ്ഡ് ആയിരിക്കുന്നു. BJPയുടെ അവസ്ഥയും വ്യത്യസ്തമല്ല. തീർച്ചയായും അതിന്റെ ആനുകൂല്യം കിട്ടാൻ പോകുന്നത് കോൺഗ്രസിനാണ്. അതാണ് അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ്. അതിനോടുള്ള മറുപടി എന്താണ്? ഇപ്പോൾ അടിത്തറ തന്നെ ശക്തമായിട്ടില്ല, അടിത്തറ തന്നെ നശിച്ചു പോയിരിക്കുന്നു എന്ന തരത്തിലേക്കാണ് VR അനൂപ് പറയുന്നത്. CPIഎമ്മിനെയോ LDFനെയോ സംബന്ധിച്ചുള്ള ഒരു പരാമർശം മാത്രമല്ല, BJPയുടെ കാര്യത്തിലും അത് ആ തരത്തിലേക്ക് തന്നെയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ നിങ്ങൾ ഏത് തരത്തിലേക്ക് നോക്കിക്കാണുന്നു? നിങ്ങളുടെ പ്രതീക്ഷകൾ ഏത് തരത്തിലാണ്? രാജ്യത്തൊട്ടാകെ കോൺഗ്രസിൻ്റെ അടിത്തറ എവിടെ എത്തി നിൽക്കുന്നു എന്നറിയാത്തവരല്ലല്ലോ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ആളുകൾ. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിൻ്റെ അവസ്ഥ ഏത് നിലയിലേക്ക് മാറിയിരിക്കുന്നു. അവരിപ്പോഴും ധരിച്ചിരിക്കുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലൂടെയാണ് കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. രാജ്യത്ത് എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ്സിന് പരാജയം സംഭവിച്ചു എന്ന് മാത്രമല്ല, പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഉണ്ടോ എന്ന് നോക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ UDF ഒരു മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകളുടെ പിൻബലത്തോടു കൂടി, രാഷ്ട്രീയ പാർട്ടികളുടെ പിൻബലത്തോടു കൂടി ഇപ്പോഴും അവർക്ക് സീറ്റുകൾ നേടാൻ കഴിയുന്നു എന്നുള്ളത് ഒഴിച്ചാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട സൂചനയിലെ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയിട്ടുണ്ടായ എല്ലാ മണ്ഡലങ്ങളിലെയും ശക്തമായിട്ടുള്ള സാന്നിധ്യം. BJPയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ മറ്റ് തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ തരത്തിൽ ഉയരാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യമുണ്ടായി. തൃശ്ശൂരിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കാനുള്ള സാഹചര്യമുണ്ടായി. ഇപ്പോൾ ആരോപണങ്ങൾ ഉയർത്തുന്ന ആളുകൾ അവിടെ പ്രതാപൻ പരാജയപ്പെടാനുള്ള കാരണമല്ലേ അന്വേഷിക്കേണ്ടത്? മുരളീധരൻ തിരിച്ചു വരാനുള്ള കാരണമല്ലേ അന്വേഷിക്കേണ്ടത്? പ്രതാപനെ മാറ്റി എന്തുകൊണ്ട് മുരളീധരനെ കൊണ്ടുവന്നു? അന്നേ പരാജയഭീതി അറിയാമായിരുന്ന കോൺഗ്രസ് എന്തുകൊണ്ട് പ്രതാപനെ മാറ്റി മുരളീധരനെ കൊണ്ടുവന്നു? പിടിച്ചു നിൽക്കാനുള്ള ഒരു സാധ്യതയുള്ളത് പരീക്ഷിക്കാനാണ് ശ്രീ മുരളീധരനെ കൊണ്ടുവന്നത്. അവിടെയും നിലനിർത്താൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ തൃശ്ശൂരിലെ സാഹചര്യം. അതിനുശേഷം തൃശ്ശൂർ പൂരത്തെ വെച്ചുകൊണ്ട് ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് രാഷ്ട്രീയപരമായി തങ്ങൾ പരാജയപ്പെടാൻ പോകുന്നു തൃശ്ശൂരിൽ എന്നുള്ളത് നേരത്തെ അറിയാത്തവരല്ല കോൺഗ്രസ്സുകാർ. അതുകൊണ്ടാണല്ലോ സ്ഥാനാർത്ഥിയെ മാറ്റിയത്. പിന്നെ പാലക്കാടിനെ സംബന്ധിച്ചും ചേലക്കരയെ സംബന്ധിച്ചും നിലവിലെ രാഷ്ട്രീയ സാഹചര്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ ഒന്നൊന്നായി പരിശോധിച്ചാൽ 2014-ലാണെങ്കിലും 16-ലാണെങ്കിലും 21-ലാണെങ്കിലും 19-ലാണെങ്കിലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലാണെങ്കിലും ചേലക്കരയിലും അതുപോലെ തന്നെ പാലക്കാട് നിയമസഭാ സെഗ്മെൻറ്റിലുമെല്ലാം BJPക്ക് വോട്ടുകൾ ഇരട്ടിയോ അതിലധികമോ വർദ്ധിക്കുന്ന സാഹചര്യമാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. വയനാടിനെ സംബന്ധിച്ച് സ്വാഭാവികമായും നമുക്കറിയുന്ന പോലെ തന്നെ ഒരു ആനുപാതികമായിട്ടുള്ള വളർച്ചയാണ് BJPക്കുള്ളത്. അപ്പോൾ ഏത് മണ്ഡലം എടുത്തു നോക്കിയാലും കേരളത്തിൽ BJPയുടെ വോട്ടിംഗ് പാറ്റേൺ പുറകോട്ട് പോകുന്നൊരു സാഹചര്യം നിലവിലില്ല. പ്രത്യേകിച്ച് അനുജ് സൂചിപ്പിച്ചതുപോലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ അപ്പുറത്ത് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ധാരണയുണ്ടായില്ലെങ്കിൽ BJPയെ പരാജയപ്പെടുത്തുക എന്നുള്ള നിരന്തരമായി പയറ്റുന്നൊരു ധാരണ, ആ ധാരണ ഉണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായും പാലക്കാട് അസംബ്ലി മണ്ഡലത്തെ സംബന്ധിച്ച് BJPക്ക് തിരിഞ്ഞു നോക്കേണ്ടാത്ത സ്ഥലമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെല്ലാം BJP എവിടെയാണോ ജയിക്കാൻ സാധ്യത കൂടുതൽ വരുന്നത് അവിടെ ഇടതുപക്ഷം എടുക്കുന്ന നിലപാട് എന്താണ്? കോൺഗ്രസിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുക. കോൺഗ്രസ്സുകാർ തിരിച്ചും അതേ സഹായമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചേലക്കരയെ സംബന്ധിച്ചാണെങ്കിലും പാലക്കാടിനെ സംബന്ധിച്ചാണെങ്കിലും
ഒരു പരസ്പരം അവർ ഉയർത്തുന്ന ബി ജെ പിക്കെതിരായിട്ടുള്ള രാഷ്ട്രീയപരമായ നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ ഒരു നിരന്തരമായി നടത്തുന്ന ഒരു വോട്ട് കച്ചവടം UDF LDF തമ്മിൽ BJP ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലത്തുണ്ട്. അങ്ങനെയുള്ള ഒരു വോട്ട് മറിക്കൽ തന്ത്രം പയറ്റിയില്ലെങ്കിൽ സ്വാഭാവികമായും പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ച് BJPക്ക് ജയിക്കാൻ ഒരു സംശയവുമില്ലാത്ത സ്ഥലമാണ്. അത് ബഹുമാനപ്പെട്ട ശ്രീധരൻ മത്സരിക്കുന്ന സമയത്താണെങ്കിലും അതിന് മുൻപുള്ള അസംബ്ലി മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പുകളുടെ കാര്യത്തിലാണെങ്കിലും പരിശോധിച്ചാൽ അറിയാം BJPയുടെ വോട്ട് പാലക്കാട് മണ്ഡലത്തിൽ ഇരട്ടിയോ അതിലധികമോ വർദ്ധിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് പാലക്കാടിനെ സംബന്ധിച്ച ഒരു ആശങ്കയും ഞങ്ങൾക്കില്ല. പാലക്കാട് BJP ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല. കാരണം അതിൻ്റെ മാർജിൻ എന്ന് പറയുന്നത് ഒരു നാരോ മാർജിനിലേക്ക് മാറിയിരിക്കുന്നു. ചെറിയ ശതമാനം വോട്ടിലേക്ക് അല്ലെങ്കിൽ 2000-3000 വോട്ടുകളിലേക്ക് പാലക്കാടിന്റെ രാഷ്ട്രീയ മണ്ണ് മാറിയിരിക്കുന്നത് BJPക്ക് അനുകൂലമാണ് എന്നുള്ള സാഹചര്യത്തിൽ ഈ സംസ്ഥാന എല്ലാ തവണയും അവസാന നിമിഷം നേതൃത്വത്തിന് താല്പര്യമില്ല. അവസാന നിമിഷം ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കുന്നു. പക്ഷെ അവർ നിന്നിടത്തെല്ലാം മാജിക് കാണിച്ച് മടങ്ങിപ്പോയിട്ടുള്ള നേതാവുമാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് ശോഭാ സുരേന്ദ്രൻ എത്തുമോ അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്? BJPയിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് പാർലമെന്ററി പാർട്ടിയാണ്. BJPയിൽ ഏത് നേതാവിന് വേണമെങ്കിലും മത്സരിക്കാനുള്ള അവസരമുണ്ട്, സാഹചര്യമുണ്ട്. ഏത് സ്ഥാനത്തേക്കും വരാനുള്ള അവസരമുണ്ട്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വരെ, പ്രവർത്തകർക്ക് വരെ BJPയിൽ ഏത് സ്ഥാനവും വഹിക്കാൻ അർഹതയും അംഗീകാരവും നൽകുന്ന പാർട്ടിയാണ് BJP. ശോഭ നേരത്തെ അവിടെ മത്സരിച്ചിട്ടുള്ള ആളാണ്. ശോഭയ്ക്ക് ഒരു അയോഗ്യതയും അവിടെ മത്സരിക്കുന്നതിലില്ല. പക്ഷെ അതേസമയം പാർട്ടിയാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്. താങ്കൾ ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഞാനത് വീണ്ടും എടുത്തു പറഞ്ഞത്. BJPയിൽ നിരവധി സ്ഥാനാർത്ഥിമാർ, ഒരാൾ മാത്രമല്ലല്ലോ, BJPയിൽ നിരവധി സ്ഥാനാർത്ഥികൾ ആവാൻ സാധ്യതയുള്ള, അർഹതയുള്ള, അംഗീകാരമുള്ള ആളുകൾ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ തീർച്ചയായും ഉണ്ട്. അതിൽ ആര് വരുമെന്നുള്ളത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. നന്ദി ശ്രീ VR അനൂപ്. ഒപ്പം അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് ചർച്ചയിൽ പങ്കെടുത്തതിന്.